everyone, welcome back to my YouTube channel. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷാർലറ്റ് ടിൽബറി എന്നുള്ള കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. എനിക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് ഞാൻ ഡെയിലി ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്ന അവരുടെ ലിപ്സ്റ്റിക് റേഞ്ചസിനെ കുറിച്ചാണ്. അപ്പം എനിക്ക് കറണ്ടായിട്ട് ഇഷ്ടമായിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ഉണ്ട് അവരുടെ ബ്രാൻഡിൻ്റെ. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഉണ്ട്, അല്ലാതെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സും ഉണ്ട്. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഷെയ്ഡുണ്ട്, നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയൊരു ഷെയ്ഡുണ്ട്. അപ്പോൾ ഞാൻ അത് നമുക്ക് ഓരോന്നായിട്ട് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ഇതാണ് ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഇങ്ങനെ ക്രിസ്റ്റൽസ് പോലെ ഇങ്ങനെ എംബഡായിട്ട് വരുന്ന ഒരു പാക്കേജിങ് ആണിത്. മൊത്തം ക്രിസ്റ്റൽസ് പോലെ, പക്ഷേ ക്രിസ്റ്റൽ അല്ല, അതിൻ്റെ അകത്തെന്തൊരു ഒരു ലെയർ ഉണ്ട് ഇങ്ങനെ. പക്ഷെ നല്ല ഭംഗി, ക്രിസ്റ്റൽസ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല പാക്കേജിങ് ആണ് ഇതിൻ്റെ. ഭയങ്കര ലക്ഷറിയാണ്. ഷാർലറ്റ് ടിൽബറി എന്ന് പറയുമ്പോൾ ഭയങ്കര ലക്ഷറിയാണ്. അപ്പോൾ നമുക്ക് ഒരു എന്നുവെച്ചാൽ നമുക്കൊരു ലിപ്സ്റ്റിക്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അവർക്ക് ഒത്തിരി നാളത്തേക്ക് നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാനും പാക്കേജിങ് ഒക്കെ നല്ല ഭംഗി. റോസ് ഗോൾഡ് പാക്കേജിങ് ആണ് അവരുടെ എല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരു പറ്റിയൊരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഷാർലറ്റ് ടിൽബറിയുടെ ഒരു സിമ്പിളുണ്ട്. ഇത് താഴെ ഒരു ഹാർട്ട്, അതായത് ഉപയോഗിച്ചിട്ട് കുറച്ച് അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയ്ഡിൻ്റെ പേര് മിസ്സസ് കിസ്സസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ഫുൾ റോസ് ഗോൾഡാണ് പാക്കേജിങ്. ഞാനത് ഉപയോഗിച്ച് തീർന്നത് നല്ല പ്രോപ്പർ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് തീർത്താണ് ഇത്രയും കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് സ്വാഷ് ചെയ്ത് കാണിക്കാം. ഈ സംസാരിക്കുന്ന എല്ലാ ഷെയ്ഡും നമുക്ക് ഇന്ത്യൻ, നമ്മളെ കേരള, സൗത്ത് ഇന്ത്യൻ സ്കിൻ ടോൺസിനൊക്കെ നല്ല സ്യൂട്ടബിളാണ്. ഇതൊരു പീച്ചി ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ തീർന്നു. ഇത് ഞാൻ ഒരു 1.5 years ആയിട്ടുള്ളൂ മേടിച്ചിട്ട്. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്, ഇത് തീർന്നു. ഇതാണ് മിസ്സസ് കിസ്സസ്. പാക്കേജിങ് വന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ മണ്ടയിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, താഴെയായിട്ട് ഷെയ്ഡ് നെയിം ഉണ്ട്. നോർമൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് പോലെ തന്നെ. ഇത് തീർന്നു. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഇതാണ് മിസ്സസ് കിസ്സസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പം ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ റേഞ്ചിൽ തന്നെ വരുന്ന വേറൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പേര് വാക്ക് ഓഫ് നോ ഷെയിം. ഇത് എൻ്റെ രണ്ടാമത്തെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഈ സെയിം ഷെയ്ഡിൻ്റെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഞാനത് സ്വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഫുൾ ഇങ്ങനെ റോസ് ഗോൾഡ് പാക്കേജിങ് തന്നെയാണ്. മറ്റത് ഇങ്ങനെ ക്രിസ്റ്റൽസ് വരുന്നെങ്കിൽ ഇത് ക്രിസ്റ്റൽസ് ഇല്ല, ഇങ്ങനെ വരവരയായിട്ടുള്ള വന്നിട്ട് മുകളിൽ സെയിം ഇങ്ങനത്തെ ഒരു സിമ്പിളും താഴെ ഷെയ്ഡ് നെയിമും. അപ്പോൾ ഇതും നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയാം. ഇത് സെക്കൻഡ് ലിപ്സ്റ്റിക്കും ഇത്രയായി, അത്രയ്ക്ക് ഉപയോഗമുണ്ട് ഇതിന്. ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ സ്വാഷ് ചെയ്ത് കാണിക്കാം. ഇത് ഒരു ന്യൂഡാണ്, ഒത്തിരി ഡാർക്ക് അല്ല, പക്ഷേ ഒരു കറക്റ്റ് ഒരു പിങ്കിഷ് ന്യൂഡിൻ്റെ ഇതായിട്ട് വരും. ഇതിൻ്റെ പേര് വാക്ക് ഓഫ് നോ ഷെയിം. ഇതാണ് മിസ്സസ് കിസ്സസ്. ഇത് കുറച്ചുകൂടി പീച്ചി ആണെങ്കിൽ ഇത് കുറച്ചുകൂടി പിങ്കിഷ് ന്യൂഡാണിത്. ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇതാണ് വാക്ക് ഓഫ് നോ ഷെയിമാണ്. ഇതാണ് വാക്ക് ഓഫ് നോ ഷെയിം. ഇതിന് വേറെ കുറേ കളേഴ്സ് ഉണ്ട്. എനിക്കിഷ്ടമുള്ള പേഴ്സണൽ ഫേവറേറ്റുള്ള കളേഴ്സാണ് ഇതെല്ലാം. ഇതും തീരാറായി. ഇതിൻ്റെ ഷെയ്ഡ് വന്ന് ഇതാണ്. നെക്സ്റ്റ് വന്ന് ബുള്ളറ്റ് ലിപ്സ്റ്റിക് അല്ല, ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പക്ഷേ ഇതിൻ്റെ ഫിനിഷ് എന്ന് പറയുമ്പോൾ എയർ ബ്രഷ് ഫിനിഷ് എന്നാണ് പറയുന്നത്. ശരിക്കും ലിറ്ററലി ഒരു എയർ ബ്രഷ് ഫിനിഷാണ് തരുന്നത്. എന്ന് പറയുമ്പം ഒരു പൗഡർ മാറ്റാണ്, പക്ഷെ എന്നാലും ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര ഒരു എയർ ബ്രഷ് ലുക്കായിട്ടാണ് തരുന്നത്. നല്ലൊരു സ്മൂത്ത് ലെയറായിട്ടും ഇങ്ങനെ ക്രീസിങ് ഒന്നും ആവത്തില്ല. നല്ല ബട്ടറി ഫോമിലാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഇത് ഒത്തിരി ഉണ്ടായിരുന്നു. ഇതെല്ലാം കുറേ തീർത്തിത് മൊത്തവും, കാരണം ഇതും സെക്കൻഡ് പാക്കേജിങ് ആണ്. ഇത് ഞാൻ ഇതിനകത്ത് നിന്ന് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന ഷെയ്ഡ് ഇതായിരിക്കും. അതും വാക്ക് ഓഫ് നോ ഷെയിം തന്നെയാണിത്. മറ്റേ ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക് കാണിച്ച പോലെ. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക്
എയർ ബ്രഷ് ഫോമുലയിൽ വരുന്നതാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡ്. ഒത്തിരി ലോങ് ലാസ്റ്റിങ്ങുമാണ്. എന്ന് പറയുമ്പോൾ മറ്റേ ഈ പക്ക മാറ്റ് ലിപ്സ്റ്റിക്ക് പോലെ ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ എന്നാലും ലോങ് ലാസ്റ്റിംഗ് ആണിത്. അപ്പോൾ ഇത് ഞാൻ ഷെയ്ഡൊന്ന് കാണിച്ചു തരാം. ഇതിങ്ങനൊരു ഇങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത്. ഇത് ഉപയോഗിച്ച് ഞാൻ തീർത്ത് കുറേ ഇങ്ങനത്തെ ഒരു അത്ര ഒന്നും കാണുന്നില്ല. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അത് നമ്മൾ ഒത്തിരി കുറച്ചുകൂടി ഒരു ലെയർ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഡാർക്കറായിട്ട് വരും. പിഗ്മെൻറ്റഡ് ലിപ്സ്റ്റിക്കൊക്കെ പറ്റിയതാണ്. എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട് മുകളിൽ, പക്ഷെ എന്നിട്ടും ആ ഈ ചാൽപ്പിയുടെ എല്ലാ ഷെയ്ഡ്സും നല്ലൊരു പിഗ്മെൻറ്റ് തരും. ഒത്തിരി അങ്ങനെ ഷിയർ അല്ല. അപ്പോൾ ഞാൻ ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇത് ഉപയോഗിച്ച് ഒത്തിരി തീർത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഒത്തിരി ഉണ്ടായിരുന്നത് ഒരു 1 year ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എയർ ബ്രഷ് ഫോമിലാണ്. ഇത് ഭയങ്കര നല്ല ഷെയ്ഡാണ്. ഇത് വോക്ക് ഓഫ് നോ ഷെയ്ഡ് തന്നെയാണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ, പക്ഷേ ഇത് എയർ ബ്രഷ് ഫിനിഷാണ്. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഇതൊന്നും ഇല്ല ഇനിയിപ്പോൾ കാണിക്കാനായിട്ട്, അത്രയ്ക്ക് തീർത്തു. അപ്പോൾ ഇതെല്ലാമായിരുന്നു ആ ഷെയ്ഡ്. അപ്പോൾ എനിക്ക് ഈ എല്ലാ ഷെയ്ഡ്സും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ നോക്കിയിട്ട് മേടിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സത്യം പറഞ്ഞാൽ. അത്രയ്ക്ക് നല്ല ഷെയ്ഡാണ്. ഞാൻ ഒത്തിരി നോക്കി മേടിക്കും യൂഷ്വലി ലിപ്സ്റ്റിക്സ് എല്ലാം. ഞാൻ വെറുതെ മേടിച്ച് ഇങ്ങനെ വേസ്റ്റാക്കി കളയത്തില്ല. ഞാൻ മേടിക്കുവാണെങ്കിൽ അത് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം തീർന്നിരിക്കുന്നത്. അപ്പം ഇനിയും നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോവാം. ഇനി വന്ന് ഈ ഷാർലറ്റ് ടിൽബറിയുടെ തന്നെ ഒരു കോമ്പാക്ട് പൗഡറാണ്. നിങ്ങൾ മാർക്കറ്റിൽ നമ്മളെ നോർമൽ ഇപ്പം നൈക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോമ്പാക്ട് പൗഡർ എന്ന് പറയുമ്പം ഫസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഇതായിരിക്കും. അതിന് ശേഷം ഹുഡ ബ്യൂട്ടിയുടെ ആയിരിക്കും. അതിന് ശേഷമാണ് ഞാൻ മെയ്ബ്ലിൻ പറയുന്നത്. പിന്നെ അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ മെയ്ബ്ലിൻ അഫോർഡബിൾ ആണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം മേടിക്കാമെന്ന് വിചാരിച്ചോ. ഇതിപ്പോൾ നിങ്ങൾക്കൊരു മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 years വരെ നിൽക്കും. ഇനി അത്രയ്ക്ക് ഇപ്പം നമ്മൾ ഡെയിലി വെയറായിട്ട് ഉപയോഗിച്ചാലും നമ്മൾ ഇത് ഒത്തിരി നാൾ നിൽക്കും. അപ്പം ഞാൻ ഇതിപ്പോൾ കുറച്ച് 3 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇപ്പം പാൻ വരെ എത്തി. പക്ഷേ ഈ സറൗണ്ടിങ് കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് കണ്ണാടിയുണ്ട്, പക്ഷേ ഇതിനകത്ത് പൗഡർ മറ്റേ ഇതില്ല, സ്പഞ്ചില്ല. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നത് വെച്ചാൽ എനിക്കൊരു മാഴ്സിൻ്റെ ഈ ബ്രഷ് ഉണ്ട്, പൗഡർ ബ്രഷ്. അപ്പോൾ അത് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കുറച്ച് ബ്രൈറ്റനിങ്ങുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു മാറ്റ് ലുക്കും തരും. എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറ്റും അല്ല, നമ്മളിപ്പം ഭയങ്കര ഡ്രൈയിങ് മാറ്റല്ല. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ഡ്യൂയി ഫിനിഷ് വരും. നല്ലൊരു സ്കിൻ ലൈക്ക് ഗ്ലോ തരും. അപ്പോൾ എനിക്ക് അതാണ് ഇതിന് ഇഷ്ടം ഒത്തിരി. എന്ന് വെച്ചാൽ അത് ഹുഡ ബ്യൂട്ടിയിൽ കിട്ടത്തില്ല, മെയ്ബ്ലിന് കിട്ടത്തില്ല. അത് ഇത് മാത്രം. ഞാൻ എത്ര YSL ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ യൂഷ്വലി തിരിച്ചു വരുന്ന ഈ പ്രൊഡക്റ്റ് വെച്ചാണ്. കാരണം ഇത് അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഷാർലറ്റ് ടിൽബറിയുടെ കോമ്പാക്ട് പൗഡർ. ഇതിൻ്റെ പേരും എയർ ബ്രഷ് ഫ്ലോലെസ് ഫിനിഷാണ്. എയർ ബ്രഷ് ഫ്ലോലെസ് എന്ന് പറയുമ്പോൾ സത്യമാണത്. നിങ്ങൾ ഉപയോഗിച്ചിട്ട് മേടിക്കുക. എൻ്റെ ഷെയ്ഡ് തന്നെ 2 മീഡിയമാണ്. ഇത് യൂഷ്വലി എൻ്റെ സ്കിൻ ടോൺസിന് ഒരു ഒലിവ്, കുറച്ചൊരു ഡാർക്കർ സ്കിൻ ടോണിന് ഒക്കെ ചേരും. ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഡാർക്കറും ഉണ്ട്, ലൈറ്റർ ഷെയ്ഡും ഉണ്ട്. നിങ്ങൾ ട്രൈ നോക്കിയിട്ട് മേടിക്കുക. നൈക്ക ഷോറൂമിൽ പോകാമെന്നുണ്ടെങ്കിൽ ഉണ്ട്, ട്രൈ നോക്കിയിട്ട് മേടിക്കുക. നൈക്കയുടെ ലക്സ് ഷോറൂമിലേ ഉള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇതിൻ്റെ പാക്കേജിങ് നല്ല ഭംഗിയാണ്. ഇതിൽ ചെറുതുകൊണ്ട് വലുതുണ്ട്. ഞാൻ വലുതേ പറയത്തുള്ളൂ മേടിക്കാൻ, കാരണം ഇത് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഉപയോഗിച്ച് പാൻ വരെ എത്തി. നല്ല ഭംഗിയുള്ള പാക്കേജിങ്, ഒരു സ്റ്റാറൊക്കെ ഉണ്ട്. ഫുൾ റോസ് ഗോൾഡ് പാക്കേജിങ് ആണ്. ഇത് ബാക്ക് സൈഡ്. ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്ന് ഹോളിവുഡ് ഫ്ലോലെസ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഷാർലറ്റ് ടിൽബറിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയത്തില്ല, പക്ഷെ ഫൗണ്ടേഷൻ അത്ര ഉപയോഗിക്കാത്തവർക്ക് നമുക്ക് ഇത് ഉപയോഗിച്ചാൽ കുറച്ചൊരു ഗ്ലോയി സ്കിൻ കുറച്ച് കിട്ടും. എന്ന് പറഞ്ഞാൽ ഫുൾ കവറേജ് ഒന്നുമല്ല, ഒരു ചെറിയ ലൈറ്റ് കവറേജേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിക്കാം. അപ്പം ചിലവർ ഈ മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീം എന്ന് ഉപയോഗിക്കത്തില്ല, കാരണം ഫൗണ്ടേഷൻ അണ്ടറിലൊക്കെ ഇടുന്ന രീതി ചെറിയൊരു ഡ്യൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സ്കിൻ ലൈക്ക് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന അതുപോലത്തെ ഒരു സിമിലാരിറ്റിയാണ്. പക്ഷേ ഇത് അലോണായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഞാൻ അത്ര ഫൗണ്ടേഷൻ പേഴ്സൺ അല്ല. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ
മുഖത്തെ കുറച്ചൊരു ഹൈ പോയിൻറ്റ്സിൽ. ഇത് ചെറുതാണ്. ഇപ്പോൾ ഇവിടെ മൂക്കിൻ്റെ ഇവിടെ കുറച്ചിവിടെ കുറച്ച് കിട്ടി. ഇപ്പം ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ബ്ലഷ് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിന് കുറേ വേരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റിയത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടു, അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലോ ആയിട്ട് കിട്ടുന്നില്ലേ. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ അടിക്കുമ്പം ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഫൗണ്ടേഷൻ ഉപയോഗിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും. ചെറുത് മേടിച്ച് തന്നെ ഒരു 2 ഇയേഴ്സോളം നിൽക്കും. കാരണം ഞാൻ ഒത്തിരി ഹെവി ആയിട്ടൊന്നും ഇടത്തില്ല, ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടായിരിക്കും ഇത് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്ന് ഞാൻ ഉപയോഗിക്കുന്നത് 4.5 മീഡിയമാണ്. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പർച്ചേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പാക്കേജിങ് ഞാൻ കാണിച്ചു തരാം. ചെറുതാണ്, ഇതിൻ്റെ വലുതും ഉണ്ട്. ഞാൻ ചെറുത് മേടിച്ച് നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വലുത് മേടിച്ചാൽ മതി. ഇതാണ് എൻ്റെ നല്ല റോസ് ഗോൾഡ് പാക്കേജിങ് ആണ്. അപ്പോൾ ഈ BB ക്രീം, CC ക്രീം ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. കാരണം ഇതൊരു ഡ്യൂയി ഫിനിഷൊക്കെ തരും. പക്ഷേ ഒത്തിരി ഓയിലി സ്കിന്ന് ഉള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. എൻ്റെ ഒത്തിരി ഓയിലി അല്ല, ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് നല്ലതായിട്ട് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് സ്കിന്നിന്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.